ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്നെൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഞാനിന്നൊരു 7:15 ആയപ്പോൾ എഴുന്നേറ്റ്. അപ്പോൾ ഞാൻ പോയി പല്ല് തേച്ച് ഫോണും കൊണ്ട് ഇരുന്നപ്പോഴാണ് ആലോചിക്കുന്നത് വീഡിയോ എടുക്കാനുള്ള കാര്യം. ഉടനെ പിന്നെ ഫോണും കൊണ്ടുവന്ന് ഇവിടെ ഇരുന്ന് വീഡിയോ എടുക്കുകയാണ്. രാവിലെ തന്നെ എഴുന്നേറ്റ് ഞാൻ വെള്ളം കുടിക്കും ഒരു ഗ്ലാസ്. അപ്പോൾ നമുക്ക് കുടിച്ചിട്ട് കാണാം. അപ്പോൾ ഞാൻ വെള്ളം കുടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ഇവിടെ ഇരിക്കാനും പറ്റില്ല, കണ്ണ് കാണാൻ മേല വെയിലടിച്ചിട്ടേ. അപ്പോൾ നമുക്കിനി പോയി എക്സസൈസ് ചെയ്യാം. എക്സസൈസ് എപ്പോഴൊന്നും ചെയ്യത്തില്ല, തോന്നുമ്പോൾ മാത്രമേ ചെയ്യത്തുള്ളൂ. അപ്പോൾ നമുക്ക് എക്സസൈസ് ചെയ്തിട്ട് കാണാം. ബായ്. അപ്പോൾ ഞാൻ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീടിൻ്റെ പൊക്കത്ത് തന്നെയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് താഴത്തേക്കോ. അപ്പോഴാണ് ഈ കാഴ്ച കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. ഇതിപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ പൊക്കത്ത് നിന്ന് കാണാൻ പറ്റുന്ന കാഴ്ചകളാണ്. രാവിലെ നിൽക്കാനാണെങ്കിലും വൈകിട്ട് നിൽക്കാനൊക്കെ എനിക്കിഷ്ടമാണ്. ഇതും വേറൊരു വ്യൂ ആണ്. പിന്നെ ഇതൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുറച്ച് സാധനങ്ങളൊക്കെയാണ്. ഇത് നമ്മുടെ കടൽ ക്ലൗഡിൻ്റെ കണ്ടിട്ട് ചുമ്മാ ചെയ്ത് നോക്കിയ ഒരു സ്റ്റാൻഡ് പോലത്തെ സംഭവം. അതേപോലെയൊന്നുമില്ല, എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഭിത്തിയിലുള്ള ഈ ഒരു ഹേർട്ടിൻ്റെ ടിഷ്യൂ പേപ്പർ കൊണ്ട് ചെയ്ത ഇതും കടൽ ക്ലൗഡിൻ്റെ തന്നെ കണ്ടിട്ട് ചുമ്മാ നോക്കാം. നമുക്കപ്പോൾ ജനൽ സൈഡിൽ നിന്ന് കുറച്ച് കാഴ്ച കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ അമ്മയുടെ അടുക്കളത്തോട്ടം എന്ന് പറയുന്നത്. ഇവിടെയാണ് കുറേ സാധനങ്ങൾ അമ്മ നട്ടുപിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ചിലതിലൊക്കെ ഉണ്ടാകാൻ തുടങ്ങി. അപ്പോൾ അതിലൊരു പയറാണ് ഈ കാണുന്നത്. പിന്നെ ഇത് അമ്മ നട്ട മുളക്. അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ കാഴ്ചകൾ. അപ്പോഴത്തേക്ക് ഞാൻ ചായ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എൻ്റെ ചായപ്പൊടി ഇട്ട് അപ്പോൾ അത് തിളച്ച് വന്നപ്പോഴത്തേക്കും പിന്നെ അത് അരിച്ചെടുത്ത് പഞ്ചസാര ഇട്ട് അപ്പോൾ എനിക്കൊരു ചൂട് ചായ കുടിക്കാൻ തുടങ്ങി. ഞാൻ കുടിച്ചു. ഇനി നമുക്ക് മുടിയിലൊക്കെ ഒന്ന് എണ്ണ തേച്ചിട്ട് കുളിക്കാം. ഒക്കെ തേച്ച് കൊടുക്കാം. ചേട്ടാ, ഞാൻ പോയി കുളിച്ചിട്ട് വരാം ഗൈസ്. അപ്പോൾ ഞാൻ പോയി കുളിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ജീപ്പ് കൊണ്ട് ജസ്റ്റ് ഒന്ന് ചീവിടുന്നതേ ഉള്ളൂ. മുടി ഉണങ്ങണം. ഇനി നമുക്ക് ഈ മുടിയൊന്നും പറക്കാതിരിക്കാൻ ഈ ഒരു ഹെയർ ബാൻഡ് ഇടാം. അപ്പോൾ ഈ ഹെയർ ബാൻഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കമ്മൽ കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കമ്മലിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഗ്ലോ ആൻഡ് ലവ്ലിയുടെ ഒരു മോയ്സ്ചറൈസർ നമുക്ക് ഇട്ട് കൊടുക്കാം. ലൈറ്റ് വെയിറ്റ് ആണ്, അതിങ്ങനെ എടുത്ത് നിൽക്കത്തൊന്നുമില്ല. നമുക്കപ്പോൾ അതുകൂടെ ഒന്ന് വേഗം ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അതുകൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സാധാ ഒരു ലിപ് ബാം കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ലിപ് ബാം കൂടി ഇട്ടുണ്ട്. ഇതിപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പുട്ടും പഴമാണ്. നമുക്കപ്പോൾ അതുകൂടെ ഒന്ന് കഴിക്കാം. അപ്പോൾ നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പോയി എൻ്റെ മുടി ഒന്ന് സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ മുടി സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ക്യൂട്ട് ക്ലിപ്പൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ അതുകൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഐലൈനർ എഴുതി പൊട്ടും തൊട്ട് മാലയൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഓവറോൾ ലുക്ക്. നമുക്ക് പോയിട്ട് വരാം. അപ്പം ഞാൻ പോയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു 3 മണിയായി, ഇപ്പോഴാണ് വന്ന് കയറിയത്. അപ്പം ഞാൻ അവിടെ പോയപ്പോഴത്തേക്കും ഒരു മാലയും ഒരു കമ്മലും മേടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു താലപ്പൊലിക്ക് കൂടെ പോകണം. അപ്പോൾ ഒരുങ്ങുന്നത് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ഉടുപ്പാണ് ഞാനിന്ന് ഇടാൻ പോകുന്നത്. അപ്പോൾ ഞാൻ മുടി നേരത്തെ സെറ്റ് ചെയ്ത് പിന്നെ ഈ ഒരു കമ്മലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇടുന്നത്. നമുക്കൊന്ന് ഐലൈനർ എഴുതിയിട്ട് വരാം. അപ്പോൾ ഞാൻ ഐലൈനർ എഴുതി പൊട്ട് തൊട്ട് ഇനി നമുക്ക് ഈ മാല ഒന്ന് പോയി ഇടാം. അപ്പോൾ ഞാൻ മാല കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഓവറോൾ ലുക്ക്. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് വന്നിട്ടുണ്ട്. താലപ്പൊലിയൊക്കെ കഴിഞ്ഞ് ഇനി നമുക്കൊരു ഹൗസ് വാമിങ്, ഒരു വെഡിങ് ആനിവേഴ്സറി പരിപാടി കൂടെ ഉണ്ട്. വൈകിട്ടാണ് ഫംഗ്ഷൻ. നമുക്ക് അവിടെ പോയിട്ട് വരാം. അപ്പോൾ ഇത് ഹൗസ് വാമിങ് ഫംഗ്ഷൻ കഴിഞ്ഞ് ഞങ്ങൾ വെഡിങ് ആനിവേഴ്സറി പരിപാടി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അവിടെ പോയി ഫുഡ് കഴിക്കുവാണ്.
അപ്പോൾ ഞങ്ങൾ കണ്ണങ്കരയിലുള്ള ലൂക്കയിലാണ് പോയത്. അപ്പോൾ അവിടുത്തെ വ്യൂ ആണ് ഈ കാണുന്നത്. അതായത് കായലിൻ്റെ തൊട്ട് സൈഡിലാണ് ഈ എന്ന് പറയുന്നത്. ഈ ലൂക്ക ഈ റെസ്റ്റോറൻ്റ് എന്ന് പറയുന്നത് ഓപ്പൺ റെസ്റ്റോറൻ്റാണ്. അപ്പോൾ നമുക്ക് ഫാമിലിയായിട്ടൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു കുളമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ കാഴ്ചകളെന്ന് പറയുന്നത്. ഞങ്ങൾ കുറേ നേരം അവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ട്. അപ്പോൾ കുറേ നേരം ഇവിടെ നിൽക്കുന്നു. ഇത് അതിൻ്റെ സൈഡ് ഈ ബോട്ട് വന്ന് കഴിഞ്ഞിട്ട് കിടപ്പുണ്ട് അവിടെ. ഇതൊക്കെയായിരുന്നു അവിടെ നിന്നുള്ള വ്യൂ. അവിടെ 2 ഊഞ്ഞാലൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഇരിക്കുമായിരുന്നു. ഇതാണ് എൻ്റെ ഫ്രണ്ടേജ് എന്ന് പറയുമ്പോൾ. ഇതങ്ങോട്ട് ആ ബോട്ട് കിടക്കണ അവിടെ വരെ ജസ്റ്റ് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇന്ന്. അപ്പോൾ ഞാൻ പോയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നിട്ടിരുന്ന ഈ ഒരു ഷോർട്ട് ക്രോപ്പ് ടോപ്പും പിന്നെ ഒരു ബ്ലാക്ക് ജീൻസിൻ്റെ പാവാടയായിരുന്നു ഇട്ടിരുന്നത്. ധൃതിക്കിട്ട് പോയതുകൊണ്ട് വീഡിയോ എടുക്കാനും പറ്റിയില്ല. അപ്പോൾ ഞാൻ ഈ ഒരു മാലയും പിന്നെ ഈ ഒരു കമ്മലും പുതിയതായിട്ട് മേടിച്ചില്ലേ അതും പിന്നെ ഒരു ചെയിനും ആയിരുന്നു. പിന്നെ അപ്പോൾ തലമുടി ഇങ്ങനെയായിരുന്നു ഞാൻ കെട്ടി വെച്ചിരുന്നത്. ഞാൻ ഞാനൊന്ന് മുടി കെട്ടി വെച്ചിട്ട് വരാം. അപ്പോൾ ഞാൻ മുടിയൊക്കെ ഒന്ന് കെട്ടി വെച്ച് നമുക്കൊന്ന് ഫ്രഷ് ആയിട്ട് കാണാം. അപ്പോൾ ഞാൻ ഫ്രഷ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതൊക്കെ ഒതുക്കി പിടിച്ചൊക്കെ വന്നപ്പോഴത്തേക്കും ഒരു 11 മണിയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത്. അയ്യോ ഭയങ്കര പാടായിരുന്നു. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ബായ്.